ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മളൊരു രാത്രി മുതൽ രാവിലെ വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ, കാര്യങ്ങൾ, പിന്നെ പൂളപ്പുട്ടിൻ്റെ റെസിപ്പി ഒക്കെയാണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടുവെക്കട്ടെ. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇന്നിപ്പോൾ രാത്രി സമയം മുതലാട്ടോ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിന്. ഇന്നിപ്പം പിറ്റേ ദിവസം രാവിലത്തേക്ക് പൂളപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ കുറേ കാലമായിട്ട് പൂളപ്പുട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പം കുറച്ച് ദിവസമായി. ഇതിന് മുന്നേ ഇടയ്ക്ക് 1-2 തവണയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചധികം പൂളുണ്ടായപ്പോൾ പൂളപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ കേട്ടോ. അയബും അതിനൊക്കെ ഓൽക്കിങ്ങനെ തോണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓരോരോ പണിയിലാണ് കേട്ടോ. സുനു ഓൽക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. രണ്ടാളും ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇളച്ചന്മാരും എല്ലാവരും വന്നപ്പോൾ ഓരെങ്ങനെ പൊന്തിച്ച് കൊടുക്കലുണ്ട് കേട്ടോ. രണ്ടാളെയും നല്ല ഇഷ്ടമാണ്. ഉണ്ടാക്കും ഇങ്ങനെ ഫാനിൻ്റെ അടുത്തൊക്കെ തട്ടുന്നിട്ട് ഇങ്ങനെ പൊന്തിച്ചെടുക്കുമ്പോൾ രാത്രി സമയമാകുമ്പോൾ കേട്ടോ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടൽ. രാവിലെ ഇപ്പം എല്ലാവരും ജോലിക്കും അങ്ങനെയൊക്കെ പോകുമ്പോൾ രാത്രിയിലാണ് കേട്ടോ വീട്ടുകാരെന്നെ എല്ലാവരും കൂടെ ഉണ്ടാകുന്നൊരു സമയം. ആ ഒരു സമയത്ത് അങ്ങനത്തെ ഓരോ കളികളും കാര്യങ്ങളായിട്ട് അങ്ങനെ അങ്ങ് പോവും. അപ്പം സാധാരണ നമ്മൾ പൂളപ്പിട്ട് ഇങ്ങനെ ഒരതിയിട്ട് അങ്ങനെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കൽ. അപ്പം ഇന്നും എളുപ്പത്തിന് വേണ്ടിയിട്ട് പൂള അതേപോലെ ചെറുതായിട്ട് അങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് അരിച്ചെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതാകുമ്പം ഒന്നുകൂടി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുതലാകുമ്പോൾ കുറേ സമയം നമ്മളിങ്ങനെ അതിൽ വെറുതെ കുറേ സമയം അങ്ങനെ പോവുമല്ലോ. പിന്നെ കൈ ഇങ്ങനെ വേദനിക്കും കുറേ സമയം നമ്മളിങ്ങനെ ആക്കുമ്പോൾ. രണ്ടാളും തോണിയൊക്കെ കിട്ടി തോണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കാം കേട്ടോ. തോണിയിൽ തന്നെ ഒരാളുടെ ചെറുതും ഒരാളുടെ വലുതും ഒക്കെ ആയിപ്പോയാൽ അതിലും കുറേയേറെ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ രണ്ടാൾക്കും ഒരേപോലെ തന്നെ തോണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അയിനോനെ പൊന്തിക്കണം കണ്ടപ്പം അയ്ബൂനെ ഇതെങ്ങനെ പൊന്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഓനെയും കൂടെ ഇങ്ങനെ പൊന്തിച്ചു കൊടുക്കുക. ഇതൊക്കെ കേട്ടോ രാത്രിയിൽ നമ്മൾ കൂടുതലും കലാപരിപാടികൾ ഉണ്ടാക്കൽ. അതിൻ്റെ ഇടയിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ അടിപിടികളും അങ്ങനെയൊക്കെ അതും ഉണ്ടാവും. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഓൾക്ക് പൊന്തിക്കുമ്പോൾ ഇങ്ങനെ ഫാനിലൊക്കെ തൊടാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ്. ഒരു വട്ടം അങ്ങനെ നമ്മൾ ആക്കി കൊടുത്താൽ പിന്നെ ആക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബേക്കിൽ വരും കേട്ടോ. ഇപ്പോൾ പൂള കുറേശ്ശെ അങ്ങനെ എടുത്തിട്ട് അരച്ചെടുക്കാനുള്ള പരിപാടികൾ നോക്കുക. കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. നല്ലോണം അരിഞ്ഞ് കിട്ടണം. മീൻ കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ അങ്ങനെ അരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ അത് അരക്കാനുള്ള ഓരോരോ പണികളിലാണ്. ഒരു 3-4 പ്രാവശ്യമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ പൂള മുഴുവനായിട്ടും അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കുറേശ്ശായിട്ട് ഇങ്ങനെ ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുക. നല്ല രസമുണ്ട്. ഒരു പുട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മളിങ്ങനെ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ കറികളും ഒന്നും വേണമെന്നില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടോട് കൂടിയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. കുറേ തേങ്ങ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ്. ഇതിൻ്റെ മുന്നായിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിന്. എല്ലാം ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നല്ല എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് അടിയിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ നല്ല തുണികളോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വെക്കട്ടോ. എന്നിട്ട് അതിലേക്ക് ഈ ഒരു നമ്മൾ അരച്ചെടുത്തത് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നീര് അടിയിൽ ഇങ്ങനെ വരും. അപ്പം ആ ഒരു നീരിലും ഉണ്ടാവും കേട്ടോ. നമ്മൾ രാവിലത്തെ സമയമൊക്കെ ആകുമ്പോൾ ചെറിയൊരു പൊടി പോലെ ആ ഒരു വെള്ളം ഇങ്ങനെ മാറ്റി കൊടുത്താൽ അടിയിലിങ്ങനെ അതിൻ്റെ തരിപ്പ് പോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പൊടി ഇങ്ങനെ ഉണ്ടാവും. വെള്ളം മൊത്തം അതിലേക്ക് അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് വരിഞ്ഞിങ്ങനെ കെട്ടി വെക്കല കേട്ടോ. ഉമ്മ അതിൻ്റെ ഇടയിൽ പണ്ടത്തെ ഓരോരോ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പണ്ടിങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉള്ള വീട്ടിലാകുമ്പോൾ കുറച്ചധികം അളവിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വലിയ ചെമ്പിലും വലിയ ഇതിലും ഉണ്ടാക്കലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഓരോ കഥകളൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിന്. ഇതിങ്ങനെ പീഞ്ഞെടുക്കാൻ കുറച്ചൊരു പണിയാണ് കേട്ടോ. നല്ല നീരൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതിൽ നല്ലോണം ഇങ്ങനെ പീഞ്ഞെടുക്കുക. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ പീഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം മുറുക്കി കെട്ടി വെക്കല. നീര് ഫുള്ളായിട്ട് ഇതിലേക്ക് എത്തണം കേട്ടോ. അപ്പം കുറച്ച് നനവൊന്നും ഉണ്ടാവാത്ത രീതിയിൽ മൊത്തം നീര് മൊത്തം ഈ ഒരു ഇതിലേക്ക് ഇതേപോലെ അങ്ങനെ പീഞ്ഞെടുക്കുക. ഏകദേശം നീര് മുഴുവനായിട്ടും ഈ ഇതിലേക്ക് അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പം രാവിലത്തെ സമയത്ത് നമ്മൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ മുകളിലത്തെ വെള്ളം അങ്ങ് മാറ്റി കൊടുത്താൽ നീര് മൊത്തത്തിൽ അങ്ങ് പോയിണ്ടാവും. അടിയിൽ ഇങ്ങനെ സത്ത് മാത്രമായിട്ട് ഊറി നിൽക്കുന്നുണ്ടാവും. ബാക്കിയുള്ളതും അതേപോലെ അങ്ങനെ തോർത്തുകൊണ്ട് കൊടുക്കുക തന്നെ മുറുക്കി കെട്ടി അങ്ങനെ ഒരു ബൗളിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിന്.
അപ്പം അതിപ്പോൾ ഇതാ നമ്മൾ ഉറങ്ങാൻ വിളിക്കുമ്പോൾ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഞാൻ താഴത്ത് ഉമ്മൻ്റെ കൂടെ കിടക്കണ, ആൻറ്റീൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ സമയം അങ്ങനെ ആയിട്ട് പോക്കിട്ടോ. എന്നിട്ട് പിന്നെ അവസാന സമയത്താണ് അവന് കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരിക. അവനക്ക് ഇവിടെ എന്തെങ്കിലും പണികളും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്നതാ ഓരോ മിഠായിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഓരോ എന്നെടുക്കലും തിന്നലും ഒക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോയിട്ടുണ്ടായിന്. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇതാ രാവിലത്തെ സമയം മുതലായിട്ടോ എടുത്തിട്ടുണ്ടായിന്. രാവിലെ ഇപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കിയപ്പം നമ്മളിതാ നല്ല അടിയിലിങ്ങനെ ഊറി നിൽക്കുന്നുണ്ട്. അതിൻ്റെ സത്ത് ഇങ്ങനെ ഊറി നിൽക്കുന്നുണ്ട്. അതിലേക്ക് കുറഞ്ഞ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു നായിൻ്റെ അടുത്ത് അത്രയൊന്നും ഇല്ല കേട്ടോ, ഒരു പകുതിയൊക്കെ ആയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രാത്രി സമയത്ത് ഇതേപോലെ അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടതിന് ഇതില്ലേ അതിങ്ങനെ തുറന്നു നോക്കുകയാണ്. അപ്പോൾ അതാ തുറന്നൊക്കെ നോക്കിയിട്ട് വലിയൊരു ഇതുണ്ട് കേട്ടോ. അപ്പം അതും ഇതിലേക്ക് അങ്ങനെ ചേർത്തെടുക്കുകയാണ്. പൂളൻ്റെ ഒരു സത്തില്ലേ അതും കൂടെ ഇതിലേക്ക് അങ്ങനെ ചേർത്തെടുക്കുക. അപ്പോൾ ഇത് ചേർത്തെടുക്കുമ്പോൾ അങ്ങനെ കട്ടായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ അത് കുറച്ച് സമയം നമ്മൾ കൈ കൊണ്ടൊക്കെ അങ്ങനെ നല്ലോണം മിക്സാക്കിയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ സാധാ പുട്ടൊക്കെ റെഡിയാക്കണ പോലെ തേങ്ങയും കൂടെ ചേർത്തിട്ടാട്ടോ പുട്ട് ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ അതാ കുറച്ച് സമയം കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കുക. പുട്ട് അവിടെ അങ്ങ് റെഡി ആകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ദോശയും കൂടെ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, പുട്ട് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടോളന്നില്ലല്ലോ. അപ്പം കുറഞ്ഞ അളവിൽ ദോശയും കൂടെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ പിന്നെ രണ്ടും കൂടി അങ്ങനെ ആയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടും കുറഞ്ഞ അളവിലായിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പുട്ടൊക്കെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം സാധാരണ നമ്മൾ പുട്ടൊക്കെ റെഡിയാക്കണ പോലെ തേങ്ങയും പിന്നെ തേങ്ങ കുറച്ച് കൂടുതൽ അളവിൽ ചേർത്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ കറികളൊന്നും കൂട്ടാതല്ലേ പുട്ട് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ചേർത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം സാധാ പുട്ടൊക്കെ റെഡിയാക്കുന്ന പോലെ തേങ്ങയും പൊടിയൊക്കെ ഇട്ട് അങ്ങനെ പുട്ട് റെഡിയാക്കി എടുക്കുകയാണ്. ശരിക്കും നല്ല ടേസ്റ്റുള്ള പുട്ട് തന്നെയാണ് കേട്ടോ. ഈ പൂളൻ്റെ ഒക്കെ ഒരു സീസൺ ആകുന്ന സമയത്തൊക്കെ നമുക്കങ്ങനെ ഉണ്ടാക്കി നോക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ തലേ ദിവസം അങ്ങനെ റെഡിയാക്കി വെക്കുക, അല്ലെങ്കിൽ ഇപ്പം വൈകുന്നേരം സമയത്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലത്തെ സമയത്തൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചാലും മതി. ആ പുട്ടൊക്കെ അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ടാവും. അപ്പം ചായയും ദോശയും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് അങ്ങനെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അതിപ്പോൾ ആദ്യം പുട്ട് മതി എന്നൊക്കെ പറഞ്ഞ് പുട്ടൊക്കെ പൊടിച്ചിട്ടപ്പം പിന്നെ അവനക്ക് ദോശ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവനക്ക് ദോശ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പയും അതിനും എണീറ്റൊക്കെ വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടോ. പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ, കാര്യങ്ങൾ ഒക്കെ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയും മറ്റൊരു വീഡിയോസോ വ്ളോഗ്സോ റെസിപ്പീസോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.